കണി കാണും നേരം കമലാനേത്രന്റെ എവിടുക്കമ്മായി ഞങ്ങൾ ഇത്ര നേരത്തെ? അവൻ ചറപ്പേ എൻ്റെ മോന്ത ഇന്നെങ്കിലും കണി കാണരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് 6 മണിക്ക് എന്നെ പെരയിൽ ഇറങ്ങിയത്. അപ്പോൾ നടു റോട്ടിൽ ഇജാണല്ലോ എൻ്റെ പൈസലേ. അവൻ്റെ പഠിച്ചോനെ ഇന്നത്തെ ദിവസം ഇഞ്ചെ പോയി കിട്ടി. എവിടെ നോക്കിയാലും ഇജാണല്ലോ എൻ്റെ കുമ്പിടിയേ. ഞാൻ പള്ളിയിൽ പോയി വരിക. അല്ല നിങ്ങളെങ്ങട്ടാ ഇത്ര നേരത്തെ? ഞാനേ വടക്കേതിലെ നാസർ ഇന്നലെ അന്തിക്ക് ദുബായിന്ന് വന്നിക്കണേ. ഓനാ പെട്ടി പൊളിച്ചതിൻ്റെ മുന്നേ ഇച്ച അവിടെ എത്തണം. നാട്ടുകാർ ദുബായിൽ നിന്ന് വന്നാൽ ഇങ്ങക്ക് എന്താ അമ്മായിയെ? കഴിഞ്ഞ മാസമല്ലേ ഞാൻ ഗൾഫിൽ നിന്ന് വന്നത്. ഇങ്ങക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടില്ലേ? ഇജ് വന്നതേ ഖത്തറിനാണ്. നാസർ വന്നത് ദുബായിന്നാണ്. ദുബായിലാണ് ഏറ്റവും വലിയ ബുർജ് ഖലീഫ ഉള്ളത്. അല്ലെങ്കിൽ ഇജൊന്ന് ആലോചിച്ച് നോക്കുന്ന പൈസലേ, ഖത്തറത്തെ ബുർജ് ഖലീഫ ദുബായിത്തെ ബുർജ് ഖലീഫിന്റെ അത്ര വലിപ്പുണ്ടോ? ഇല്ലല്ലോ. പൊന്നാരഞ്ച അമ്മായി, നിങ്ങൾ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളാണ് ഈ പറയണത്. നിങ്ങൾ മുണ്ടാതെ പെരീക്ക് നടന്നാണീ. ഞാൻ വരാം, ഇജ് നടന്നോ. അല്ലെങ്കിലും എൻ്റെ ഈ കരിമോന്ത കണ്ട് ഒരു വൈക്ക് ഇറങ്ങാൻ പറ്റൂല. ആ വജ്ജിന് പിന്നെ ഒരു പുല്ല് മുളക്കൂല. നിങ്ങൾ ഇങ്ങോട്ട് പോന്നാണീ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചാതെ. ഇജ് പറയക്കാട്ടും നല്ലതേ നാട്ടുകാർ പറയുന്നതാണ്. ഇജ് പോടാവുന്നേ. ഇച്ച് എന്നോട് വർത്താനം പറയുന്നത് പണ്ടേ ഇഷ്ടമല്ല. എൻ്റെ ഏഷണി നോണി കേൾക്കാനേ ഇച്ച് നേരല്ല. ആരാപ്പത്? കാതറോ? എന്താ കാതറേ എൻ്റെ വർത്താനം? സുഖല്ലേ എനക്ക്? അങ്ങനെ പോണ ഐഷ. എൻ്റെ മോൻ ഫാസിൽ മലബാരിനെ യൂട്യൂബിൽ ഞാൻ തേച്ചൊടിച്ചിട്ട് ഓൻ്റെ ഇപ്പത്തെ അവസ്ഥ എന്താ? ഓൻ ജീവനോടെ ഉണ്ടോ കാതറേ? അതിന് ഒരു നന്ദി പറയാൻ ഞാനും കെട്ടിയോളും അന്നെ കുറേ നോക്കി ഐഷ. അപ്പൊ ഓന്റെ വീഴ്ച കാണാൻ ആഗ്രഹിച്ച ശത്രുക്കൾ ഓന്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ? ഇജന്ന് ഓന്റെ ലൈവിൽ കയറി ഇല്ലാത്ത തൊള്ളിത്തോണിയൊക്കെ പറഞ്ഞില്ലേ? അതിന് ശേഷം ഓന്റെ ഭാഗ്യം തെളിഞ്ഞ ആയിഷ. ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബറും ലൈക്കും കമന്റും എല്ലാം അങ്ങോട്ട് കൂടി. അല്ലാ, യൂട്യൂബിൽ നിന്ന് 8000 കിട്ടീന ഫാസിലിനെ ഇജൊറ്റ വരുത്തി കാരണം വലിയ സംഖ്യ കിട്ടാൻ തുടങ്ങി. പടച്ചോനെ, ഇതിലും വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഇനി വരാനില്ല ആയിഷ. പടച്ചറബേ, ഇനിയിപ്പോ പ്ലേ ബട്ടൺ കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് പെരിയിലെല്ലാരും. പടച്ചറബേ, കിട്ടാതിരിക്കട്ടെ. ഇനി കിട്ടിയാൽ തന്നെ അത് ചാടി പൊട്ടട്ടെ. ടൗണിലൊരു വീട് വാങ്ങണം എന്നൊക്കെയാണ് ഇപ്പൊ ഫാസില് പറയുന്നത്. അതിന് മാത്രം പൈസയൊക്കെ കിട്ടുമോ ആ മോയന്തിന്? പിന്നെ ഒരു മാസം 4 ലക്ഷം കിട്ടണില്ലേ? എന്ത് മാസം 4 ലക്ഷോ? ഡോക്ടർമാരെക്കാളും ശമ്പളോ ഈ നുണ പറച്ചിലിന്? റബ്ബേ, മാസം 4 ലക്ഷം, അതും ഞാൻ കാരണം. അല്ലാച്ച് തല കറങ്ങണ്. ഞാനിതാ പോണ, ഞാൻ പിടിച്ചോടിയോ. എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്താ പെട്ടെന്ന് പ്രഷർ കൂടിയോ കുറയോ എന്തെങ്കിലും ചെയ്താവോ? ഇല്ല, ഒന്നുമില്ല കാതറേ. എൻ്റെ ഓരോ വർത്താനം കേട്ടിട്ട് ഇഞ്ച പ്രഷറല്ല കൂടിയത്, ചോരി നീരും പറ്റി ഞാൻ തന്നെ അങ്ങോട്ട് ആവിയായി പോയി എൻ്റെ കാതറേ. അന്നെ ഞാൻ പെരി കൊണ്ടാക്കി തരട്ടെ ആയിഷ? വേണ്ട. എന്നിട്ട് വേണം ഇജ് ഞാൻ പ്രേമത്തിലാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടാക്കാനേ. ഇജ് പൊയ്ക്കാവുന്നേ. ഇച്ച എന്നോട് വർത്താനം പറയുന്നത് പണ്ടേ ഇഷ്ടമല്ല. എൻ്റെ നോണി യേശനി കേൾക്കാനേ ഇച്ചിപ്പോ നേരല്ല. ഞാൻ പോവുക. എന്നാ ഞാൻ പോയിട്ടോ. ഇച്ചി അങ്ങാടി പോയാണ്ട് 1-2 ബിൽഡിങ് നോക്കാനുണ്ട്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. റബ്ബേ, ചാലോചാ വെച്ചാ എപ്പോഴാണ് വെച്ചാ യൂട്യൂബിൽ കയറിയാണ്ട് ഓനെ വൈറലാക്കാൻ തോന്നിയത്. അല്ലാ, ആരാണ് കിടക്കുന്നത് പഠിച്ചോനെ? ഇതാരോ മരിച്ചു കിടക്കുന്നതാണല്ലോ. ഞാൻ മരിച്ചിട്ടില്ല പഠിച്ചോനെ, ഇയാൾ എന്തോ പറയുന്നുണ്ടല്ലോ. ചെവി ഓർത്തോക്കാം. ഓക്കേ, ഹലോ ചങ്ങായിയെ, ഇജെന്താ പറയുന്നത്? ഞാൻ മരിച്ചിട്ടില്ല. ഞാനും മരിച്ചിട്ടില്ല. മരിച്ചാൻ ഇച്ച് നേരമല്ല. അതാ ഓന്റെ കണ്ണടഞ്ഞല്ലോ. മൂക്കിലൊന്ന് തൊട്ട് നോക്കാം, ശ്വാസം കിട്ടണ്ടോന്ന്. നാട്ടുകാരെ വണ്ടി വരുമോ, വണ്ടി വരുമോ? ഇവിടെ മരിച്ചാതെ കിടന്നോ മരിച്ചേ. നാട്ടുകാരെ എല്ലാരും വരുമോ, എല്ലാരും വരുമോ? വരാ എല്ലാരും വരാ, വണ്ടി വരാ നാട്ടുകാരെ. കൂയി. എന്താ പ്രശ്നം? അതാ അവിടെ മരിച്ചു കിടക്കണേ, നോക്കാജ്. ഹായ്, എവിടെ നോക്കട്ടെ? അതൊക്കെ പിന്നെ നോക്കാം. ഇജാദ്യം വിളിച്ചു കൂവി കുറച്ച് ആളെ കൂട്ടിക്കാ രാജപ്പാ. ഓൻ്റെ സന്തോഷം കണ്ടില്ലേ? ഇല്ലെങ്കിലേ ഇവരെ കൊന്നത് നമ്മളാണെന്ന് പറഞ്ഞ് നാളെ പത്രത്തിൽ വരും കുരിപ്പേ. എനിക്ക് ഈ പ്രായത്തിൽ ജയിലിൽ കിടക്കണോ? അയ്യോ വേണ്ട ഐസാത്താ. എന്നാലേ വേഗം അങ്ങോട്ട് വിളിച്ചു കൂവിക്കൂടെ? നാട്ടുകാരെ ഓടി വരണേ. എന്താ രാജപ്പാ, അന്റെ ചങ്കിലാരാ പിടിച്ചത്? ഇജ് അനൗൺസ്മെന്റിന് പോണൊരു പോത്തല്ലേ? പോകലുണ്ട്. എങ്കിലേ അതുപോലെ അങ്ങോട്ട് കാച്ചിക്കോ, ഒന്ന് ഉഷാറായിക്കോട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരുടെ ശ്രദ്ധയ്ക്ക്
മലകളും ചെറുകുന്നുകളും പുഴകളും ചെറുതോടുകളും പച്ചയിൽ കുതിർന്ന പാടങ്ങളും കൃഷിയോരങ്ങളുമായി പ്രകൃതി രമണീയമായ നമ്മുടെ സ്വന്തം പുഞ്ചക്കൊല്ലി മാമല നാടിൻ്റെ സുൽത്താനായ പഞ്ചായത്ത് മെമ്പർ ശ്രീ രാഘവനുണ്ണി സാറിൻ്റെ വീടിന് ഇടതുവശത്തു നിന്നും 1/2 കിലോമീറ്റർ ദൂരത്തുള്ള ആൽമരച്ചുവട്ടിൽ. പടച്ചറബേ, ഇതെന്താ ഫുട്ബോൾ മത്സരത്തിന്റെ അനൗൺസ്മെന്റോ? ഒരു അജ്ഞാത ജഡം കിടപ്പുണ്ട്. നിങ്ങൾ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട നാട്ടുകാർ ഓടിക്കൂടി ഇയാൾ ആരാണെന്ന് കണ്ടുപിടിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. എടാ സാറേ, സമ്മാനം കൊടുക്കുവോ? ഐഷാദ, ഇതാ ആൾക്കാർ ഓടിക്കൂടുന്നുണ്ട് കേട്ടോ. എന്താ എന്താ വില? നിങ്ങളെന്തിനാ വിളിച്ചു വരുത്തിയത്? എന്താ നിങ്ങൾ വിൽക്കണത്? എന്താ 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 വില? അയ്യോ, ഇതാരാ ചത്തത്? എടാ ചെറുക്കാ, ആ മരക്കൊമ്പത്ത് നിഞ്ച തലീക്ക് വീകല്ലോ. എടാ തോമാച്ച, അനക്ക് ഈ താഴത്ത് വന്നിറങ്ങി കണ്ടൂടെ? മരിച്ചോലെ കാണിച്ച് പേടിയാണ്. ഞാൻ താഴത്തേക്ക് വരൂലെന്ന് ഞാനിവിടെ മേലെ ഇരുന്ന് കണ്ടോടാ. നിങ്ങളിങ്ങനെ തിക്കി തിരക്കിയ അയാൾക്ക് ശ്വാസം കിട്ടുമോ? ഒന്നവിടെ മാറി നിൽക്കും കുരിപ്പാളെ. എടാ രാജപ്പാ, ഞമ്മക്ക് ടിക്കറ്റ് അടിച്ചിരുന്നെങ്കിലേ കുറച്ച് പൈസ വാരേനും. അതെ ആയിഷാത്ത, നല്ല തിക്കും തിരക്കും. ഞങ്ങൾ പത്രക്കാരാണ്. ഇയാളിവിടെ മരിച്ചു കിടക്കുന്നത് ആരാണ് ആദ്യം കണ്ടത്? എടാ രാജപ്പാ, നമ്മളാണ് ആദ്യം കണ്ടതെന്ന് പറയണ്ടോ. നാളെ എന്തൊക്കെയാ ന്യൂസിൽ വരികയെന്ന് പറയാൻ പറ്റൂല. ഞമ്മക്ക് അങ്ങനെ തന്നെ പറയാം, നമ്മളാണ് ആദ്യം കണ്ടതെന്ന്. എന്നാലേ നമ്മളെ ഫോട്ടോ TV-യിൽ വരും ആയിഷാത്ത. ആ, എന്നാലേ ഇജാണ് കൊന്നതും കൂടിയാണ് പറഞ്ഞാ. എന്നാലേ എന്റെ ഫോട്ടോ TV-യിലും പത്രത്തിലൊക്കെ നിറഞ്ഞങ്ങനെ നിൽക്കും. ഐ, ഇങ്ങനെ ഒരു പൊട്ടൻ അന്നച്ച് പണ്ടേ കണ്ടൂടാ. അന്റെ നോണി യശിനും കേൾക്കാനേ ഇച്ച് നേരല്ല. അജ്ജ് പോയിക്കോടുന്ന്. ഞാൻ പോവുക, ജന്താ ചായിക്കോ.